ഹായ് ഓൾ, നമുക്കൊരു ആമേനെ വരച്ചാലോ? അതിന് ഒരു ഓവൽ വരച്ച് അതിൻ്റെ എല്ലാ സൈഡുകളിലും നമുക്കിഷ്ടമുള്ള വലുപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സെമി സർക്കിൾസ് വരയ്ക്കാം. പിന്നെ പെയിൻറ് ചെയ്യാം. ആമയുടെ കളർ ശരിക്കും ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും കാണാനൊരു ഭംഗിക്ക് ഞാൻ എനിക്കിഷ്ടമുള്ള കളറൊക്കെ കൊടുത്തോണ്ട് കേട്ടോ. ഇവിടെ ഈ സെൻറ്ററിൽ ഓറഞ്ച് കൊടുത്തതിന് പകരം യെല്ലോ ആയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഹെഡ് വരയ്ക്കാൻ ഒരു വര, ഒരു സർക്കിള്, ലെഗ് വരയ്ക്കാൻ ഒരു ടിക്ക് ഇടുന്ന പോലെ തന്നെ കഴിഞ്ഞു. അതും ഈ ഡാർക്ക് ബ്ലൂവിന് പകരം യെല്ലോ ആയിരുന്നെങ്കിലും നല്ലതായിരുന്നേ. ഇനി ആമ കടലിലെ വെള്ളത്തിൽ വന്നത് വരക്കാനുണ്ട്, പിന്നെ വരക്കാം. ഇനി ഇതാ കുഞ്ഞാമകൾ കരയിൽ നിന്ന് വരുന്നതായിട്ടാണ് വരക്കുന്നത്. അവരെ ഞാൻ ഇത്തിരി കളർഫുള്ളാക്കിയിട്ടുണ്ട്. ഓറഞ്ച്, ബ്രൗണ്, ഗ്രീന്, ബ്ലൂ, അങ്ങനെ എനിക്ക് തോന്നിയ കളറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്ടർ കളർ എടുക്കാം, ലൈറ്റ് ബ്ലൂ എടുക്കാം, മിക്സ് ചെയ്യാം, പെയിൻറ്റ് ചെയ്യാം. ഞാൻ വരച്ചത് ബ്രഷ് പെൻ വെച്ചായതുകൊണ്ടേ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ സ്പ്രെഡാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലിടണേ നിങ്ങൾ വരച്ച പിക്ചർ. ഈ ആമയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് ബ്ലൂവിൻ്റെ പ്ലേസിൽ ലൈറ്റ് ബ്ലൂവും ഈ സെൻറ്ററിൽ പെയിൻറ്റ് കൊടുത്ത റെഡിൻ്റെ ഓറഞ്ചിൻ്റെ സ്ഥാനത്ത് യെല്ലോ ഒക്കെ കൊടുത്തിട്ട് എൻ്റെ ബ്രൗൺ തീർന്നിരിക്കുകയായിരുന്നു മണ്ണ് വരക്കാൻ. ഞാനപ്പോൾ യെല്ലോയും ക്രീമും റെഡും ഓറഞ്ചും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ബ്രൗൺ ഉണ്ടാക്കിയത്. എൻ്റെ മോൻ 3.5 വയസ്സുള്ളതാണ്. ആൾക്ക് പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ മോൻ ബ്രൗൺ ഫേവറേറ്റാണ്, എല്ലാം ബ്രൗൺ കൊണ്ട് വരക്കും. അപ്പോൾ ബ്രൗൺ പെട്ടെന്ന് തീർന്നു പോയി. കരയിലുള്ള എഗ്ഗ് വിരിഞ്ഞിട്ട് കുഞ്ഞാമകളൊക്കെ കടലിലോട്ട് വരുമ്പോൾ അവർ സ്വീകരിക്കാൻ വരുന്ന അമ്മാമേനൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിങ്ങനെ വരക്കാനായിട്ട് ഞാൻ ആദ്യം തെങ്ങും അതൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ വരച്ചിട്ട് കൊള്ളായതുണ്ട്. ഞാൻ അവസാനം കാണിക്കാം. കണ്ടോ, കഴിവ് കുറച്ചധികം ആയതുകൊണ്ട് കുറച്ച് ഇത്രയും ഈസി ഡ്രോയിങ്സ് വരച്ച് കൊള്ളാക്കിയിട്ടാണ് വരക്കാറ്. പക്ഷെ എനിക്ക് വരക്കാൻ ഇഷ്ടമാണ്, കാണാനും വരക്കുന്നത്. അപ്പോൾ എന്നാൽ എല്ലാവരും ഇത് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ബൈ.